അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കോപത്തോടെ എന്നെ ശാസിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. അങ്ങയുടെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു. അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരിക്കുന്നു. അങ്ങയുടെ രോഷം നിമിത്തം എന്റെ ശരീരത്തിന് സൗഖ്യമില്ല. പാപങ്ങൾ നിമിത്തം അസ്ഥികൾക്ക് സ്വസ്ഥതയില്ല. എന്റെ കുറ്റങ്ങൾ തലയ്ക്കുമീതെ ഉയർന്നു. അവ ദുർവഹമായ ചുവട് പോലെ എന്നെ ഭാരപ്പെടുത്തുന്നു. എന്റെ വ്രണങ്ങൾ അഴുകി ദുർഗന്ധം പരന്നു. പാപങ്ങൾ നിമിത്തം ഞാൻ അസ്വസ്ഥനായി ദിവസം മുഴുവൻ വിഷാദത്തിൽ കഴിഞ്ഞു. എന്റെ കണങ്കാലുകൾ വിറയ്ക്കുന്നു. സംഭ്രമം എന്നിൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ ശരീരം അസ്വസ്ഥമായി. പരിഭ്രമത്താൽ ഞാൻ ഏറെ വിവശനായി. ഹൃദയവേദനയാൽ നിറവേർപ്പെട്ടു. കർത്താവേ, എന്റെ അഭിലാഷങ്ങൾ അങ്ങ് അറിയുന്നുവല്ലോ. എന്റെ നെടുവീർപ്പുകൾ അങ്ങേക്ക് അജ്ഞാതമല്ല. എന്റെ ഹൃദയം അതിശക്തമിടിക്കുന്നു. ശക്തിയെല്ലാം ചോർന്നു പോയിരിക്കുന്നു. കണ്ണുകൾക്ക് പ്രകാശമില്ലാതെയായി. സ്നേഹിതരും പരിചിതരും എന്റെ വേദനയിൽ സഹതപിച്ചില്ല. ബന്ധുജനങ്ങൾ അകന്നു നിന്നു. എന്റെ ജീവൻ തേടുന്നവരും എന്റെ നാശം ആഗ്രഹിക്കുന്നവരും എന്നെ പിടികൂടിയിരിക്കുന്നു. അവർ വഞ്ചനയും വ്യാജവും സംസാരിക്കുന്നു. ദിവസം മുഴുവൻ ദുരാലോചനയിൽ മുഴുകുന്നു. ഞാനോ ബദരനെ പോലെ ഒന്നും കേൾക്കാതിരുന്നു. മൂകനെ പോലെ ഞാൻ വായു തുറന്നില്ല. ഞാൻ ചെകിടനെയും ഊമനെയും പോലെയായി. കർത്താവേ, ഞാൻ അങ്ങേ കാത്തിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് എനിക്ക് ഉത്തരമരുളി. ഇപ്രകാരം ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. എന്നെ പ്രതി അവർ സന്തോഷിക്കാതിരിക്കട്ടെ. എന്റെ കാലിടുമ്പോൾ അവർ നിന്ദിക്കാനിടയാക്കരുതേ. സഹിക്കാൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു.
വേദന ഇപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട്. എന്റെ അകൃത്യം ഓരോന്നും ഞാൻ ഏറ്റുപറയും. പാപത്തിൽ നിന്ന് അങ്ങ് എന്നെ ശുദ്ധനാക്കും. എൻ്റെ ശത്രുക്കൾ അതിശക്തരാണ്. അകാരണമായി എന്നെ വെറുക്കുന്നവർ അസംഖ്യമാണ്. നന്മയ്ക്ക് പകരം അവർ തിന്മ ചെയ്യുന്നു. നന്മ തേടുന്നതിനാൽ അവർ എന്നെ വെറുക്കുന്നു. കർത്താവേ, എന്നെ കൈവിടരുതേ. എൻ്റെ ദൈവമേ, എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ സഹായത്തിന് വേഗം വരണമേ. എനിക്ക് രക്ഷ നൽകണമേ. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എൻ്റെ വഴികൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പറഞ്ഞു. ദുഷ്ടർ എനിക്കെതിരായി നിൽക്കുന്നതിനാൽ എന്റെ അധരം തിന്മയിൽ നിന്ന് ഞാൻ സൂക്ഷിക്കും. ഞാൻ മൂകനും മ്ലാനവദനനും നന്മയില്ലാത്തവനുമായിരുന്നു. എൻ്റെ സങ്കടം വർദ്ധിച്ചു. എന്റെ ഹൃദയം തപിച്ചു. ശരീരത്തിൽ അഗ്നി കത്തിപ്പടർന്നു. അപ്പോൾ ഞാൻ വാചാലനായി. ആയുസിന്റെ ദൈർഘ്യം എന്തെന്നും ജീവിതം എന്തിനെന്നും അറിയിക്കാൻ കർത്താവ് എൻ്റെ ജീവിതാന്തം എന്നെ ഗ്രഹിപ്പിച്ചു. അളന്നാണല്ലോ അങ്ങ് എനിക്ക് ദിനങ്ങൾ തന്നത്. എന്റെ ആയുഷ്കാലം അങ്ങയുടെ മുമ്പാകെ ഒന്നുമല്ലല്ലോ. തിരുസവിധത്തിൽ എല്ലാ മനുഷ്യരും പുക പോലെയാകുന്നു. അവർ നിഴലിൽ വ്യാപരിച്ച് മാഞ്ഞു പോകുന്നു. മനുഷ്യൻ സമ്പത്ത് വാരിക്കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, അങ്ങല്ലാതെ ആരെനിക്ക് ആശ്രയം? സകല കൃത്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്നെ ദുഷ്ടരുടെ നിന്ദാപാത്രമാക്കരുതേ. ഞാൻ മൂകനായിരിക്കുന്നു. എന്റെ വായു തുറന്നില്ല. എല്ലാം അങ്ങയുടെ പ്രവൃത്തികളാണല്ലോ. അങ്ങയുടെ മർദ്ദനവും കരങ്ങളുടെ പ്രഹരവും എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ. എന്റെ പാപങ്ങളുടെ പേരിലുള്ള കുറ്റപ്പെടുത്തലാൽ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങ് മനുഷ്യനെ ശാസിക്കുന്നു. അവന്റെ ദുരാശകളെ വൈക്കോൽ പോലെ ചാമ്പലാക്കുന്നു. മറ്റരെല്ലാം പുക പോലെയാകുന്നു. കർത്താവേ, എന്റെ പ്രാർത്ഥനയും യാചനയും ശ്രവിക്കണമേ. എന്റെ കണ്ണുനീർ കാണണമേ. അങ്ങ് മൗനമായിരിക്കരുതേ. ഞാൻ അങ്ങയോടത്ത് വസിക്കുന്നവനും എന്റെ പിതാക്കന്മാരെ പോലെ പരദേശിയുമാകുന്നു. അങ്ങ് എന്നെ രക്ഷിക്കണമേ. ഞാൻ ഇവിടം വെടിഞ്ഞ് കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. അവിടുന്ന് എന്നിലേക്ക് തിരിഞ്ഞു എന്റെ യാചന ശ്രവിക്കുകയും ചെയ്തു. കഷ്ടതയുടെ കുഴിയിൽ നിന്നും ജീർണതയുടെ ചീറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി. എന്റെ കാലുകൾ പാറമേൽ ഉറപ്പിച്ചു. എന്റെ പാദങ്ങൾ സുസ്ഥിരമാക്കി. ദൈവസ്തുതിയാകുന്ന ഒരു നവ്യഗീതം അങ്ങ് എന്റെ അധരത്തിന് നൽകി. അനേകർ അത് കണ്ട് ആനന്ദിക്കുകയും കർത്താവിൽ സമാശ്രയിക്കുകയും ചെയ്യും. മിഥ്യയിലേക്കും കപടഭാഷണത്തിലേക്കും തിരിയാത്തവനും തിരുനാമത്തിൽ ശരണം വെക്കുന്നവനും ഭാഗ്യവാൻ. ദൈവമായ കർത്താവേ, ഞങ്ങൾക്കു വേണ്ടി അങ്ങ് ചെയ്ത അത്ഭുതങ്ങളും പദ്ധതികളും അസംഖ്യമാകുന്നു. അങ്ങേക്ക് സമനായി മറ്റാരുമില്ല. അവ വിവരിക്കാനും പ്രഘോഷിക്കാനും ഞാൻ ശ്രമിച്ചു. എന്നാൽ അവ സംഖ്യാതീതമാണല്ലോ. ബലികളിലും കാഴ്ചകളിലും അങ്ങ് പ്രസാദിച്ചില്ല. പാപങ്ങൾക്ക് വേണ്ടിയുള്ള ദഹനബലി ആവശ്യപ്പെട്ടില്ല. അങ്ങ് എനിക്ക് കേൾവിയുള്ള കാതുകൾ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതാ വന്നിരിക്കുന്നു. പുസ്തകങ്ങളുടെ ആരംഭത്തിൽ എന്നെ പറ്റി എഴുതിയിരിക്കുന്നു. ദൈവമേ, തിരുവിഷ്ടം നിറവേറ്റാൻ ഞാൻ മനസ്സായിരിക്കുന്നു. അങ്ങയുടെ പ്രമാണം എന്റെ ഹൃദയത്തിലുണ്ട്. വലിയ സഭയിൽ ഞാൻ അങ്ങയുടെ നീതി പ്രഘോഷിച്ചു. എന്റെ അധരങ്ങളെ ഞാൻ തടഞ്ഞില്ല. കർത്താവേ, അങ്ങേക്കത് അറിയാമല്ലോ. അങ്ങയുടെ നീതി എന്റെ ഹൃദയത്തിൽ ഞാൻ ഒളിച്ചു വെച്ചില്ല. അങ്ങയുടെ രക്ഷയും വിശ്വസ്തതയും ഞാൻ പ്രഘോഷിച്ചു. അങ്ങയുടെ കൃപയും വിശ്വസ്തതയും വലിയ സഭയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചില്ല. കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ. അങ്ങയുടെ കരുണയും വിശ്വസ്തതയും എന്നെ സദാ സംരക്ഷിക്കട്ടെ. അസംഖ്യം തിന്മകൾ എന്നെ വലയം ചെയ്തിരിക്കുന്നു.
ഒന്നും കാണാനാവാത്തവണ്ണം എന്റെ പാപങ്ങൾ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. എന്റെ തലമുടിയിഴകളെക്കാൾ അവ പെരുകി, എന്റെ മനോവീര്യം നശിച്ചിരിക്കുന്നു. കർത്താവേ, മോചനമേകാൻ മനസ്സാകണമേ, സഹായം നൽകാൻ വേഗം വരണമേ. എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. എനിക്ക് തിന്മ ആഗ്രഹിക്കുന്നവർ ലജ്ജിച്ച് പിൻവാങ്ങട്ടെ. എന്നെ പരിഹസിക്കുന്നവർ ലജ്ജിച്ച് നിശബ്ദരാകട്ടെ. അങ്ങയെ തേടുന്നവർ അങ്ങിൽ ആനന്ദിക്കട്ടെ. രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനെന്ന് ഉദ്ഘോഷിക്കട്ടെ. കർത്താവേ, ഞാൻ ദരിദ്രനും നിസ്സഹായനുമാകുന്നു. എനിക്കെതിരായി അവർ ആലോചന നടത്തുന്നു. എന്റെ സഹായകനും വിമോചകനും അങ്ങാകുന്നു. ദൈവമേ, അങ്ങ് വൈകരുതേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത്. നാഥൻ നമ്മൾക്കായി തിരുവുത്ഥാനത്താൽ സ്വർഗമൊരുക്കിയിലേ. കെണിയും പാതാള താഴും തകരുന്നു, ചിതറി നശിക്കുന്നു. ദൈവമേ, നിന്റെ ശക്തി കാണിക്കണമേ. ദൈവത്തിൻ മഹിമാപൂരത്താൽ ശക്തി മഹത്വത്താൽ മരണം മൃതമായി മർത്യർ മോചിതരായി തിരുസുതരാരാധ്യൻ. ഈ ലോകത്തിന്റെ പ്രമാണി വരുന്നു. ഭൂവിൻ അധികാരി വരുമീ നാളുകളിൽ നീ എന്നരുളിയിലേ. നാഥ, തിരുമുൻപിൽ നിൽക്കാനൊരു നാളും ശത്രുവിനാവില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പാപം മായ്ച്ചിടാൻ മൃതിയെ മൃതമാക്കാൻ വന്നവനാം നാഥ, നിന്നിൽ പൂരിതമായി നിത്യം ഘോഷിതമായി ദൈവിക രാജ്യമതും. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങൈ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ.
നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. നീ നിയമം അനുസരിക്കുന്നവനാണെങ്കിൽ പരിച്ഛേദനം അർത്ഥവത്താണ്. നിയമം ലംഘിക്കുന്നവനാണെങ്കിലോ നിന്റെ പരിച്ഛേദനമല്ലാതായി തീരുന്നു. അതുകൊണ്ട് നിയമം പാലിക്കുന്ന അപരിച്ഛേദിതനെ പരിച്ഛേദിതനായി കണക്കാക്കിക്കൂടെ? ശാരീരികമായി പരിച്ഛേദനം നടത്താതെ തന്നെ നിയമം അനുസരിക്കുന്നവർ നിയമവും പരിച്ഛേദനവും ഉണ്ടായിട്ടും നിയമം ലംഘിക്കുന്ന നിന്നെ കുറ്റം വിധിക്കും. എന്തെന്നാൽ ബാഹ്യമായി യഹൂദനായിരിക്കുന്നവനല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, ആന്തരികമായി യഹൂദനായിരിക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. ഹൃദയത്തിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അത് ആത്മീയമാണ്, അക്ഷരാർത്ഥത്തിലുള്ളതല്ല. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സർവശക്തനും നിത്യനും ഉന്നതങ്ങളിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തന്നെ സ്നേഹിക്കുന്നവർക്കായി എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹാം വഴി വാഗ്ദാനം ചെയ്യുകയും തന്റെ പ്രിയപുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തിന്മയുടെ ഇരുളിൽ കഴിയുന്നവരെല്ലാം സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകനും ഉജ്ജ്വല പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെ നല്ലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാലയോ പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവും നല്ലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെ, ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാറ്റിനെയും കൃപാപൂർവ്വം ഭരിക്കുന്ന കാരുണ്യവാനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സ്വർഗത്തെ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, നിന്റെ രണ്ടാമത്തെ വരവിൽ ഞങ്ങളെ വിജയശ്രീലാളിതരാക്കുകയും നിന്റെ വിലയേറിയ രക്തത്താൽ നീ വീണ്ടെടുത്ത സഭയ്ക്ക് ശാന്തി പ്രദാനം ചെയ്യുകയും ഞങ്ങളുടെ മേൽ കരുണയായിരിക്കുകയും ചെയ്യണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും